ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സെറാമിക് പോട്ട്സ്, പ്ലാന്റ് ബോക്സ്, ഇതുപോലെ മ്യൂസിക് വരുന്ന പോട്ട്സ്, പിന്നെ ഭംഗിയുള്ള സക്കുലൻസ്, കാറ്റസ് ഇവയുടെയൊക്കെ കളക്ഷൻസ്, അതുപോലെ അതിൻ്റെ കെയറിങ് എന്നിവയെല്ലാം ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗാർഡൻ ഐഡിയാസ്, അതുപോലെ പ്ലാന്റ് ടൂർ എന്നിവയെല്ലാം എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പുള്ളത് മലപ്പുറത്താണ്. മലപ്പുറത്ത് പ്രീതി ടെക്സ്റ്റൈൽസിന് നേരെ ഓപ്പോസിറ്റായിട്ട് പരപ്പനങ്ങാടി റോഡിൽ കിഴക്കേതല എന്ന സ്ഥലത്താണ് ഉള്ളത്. കടയുടെ പുറത്തായിട്ട് ഒരുപാട് പ്ലാന്റ്സൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ഇപ്പോൾ ഞാൻ ഷോപ്പിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ വീടിൻ്റെ ടേബിൾ ടോപ്പിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സിനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പുറത്ത് കാണുന്ന ഈ ഇലച്ചെടികൾക്കൊക്കെ വളരെ പ്രത്യേകതകളുണ്ട്. അതൊക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഷോപ്പ് മുഴുവനായിട്ടുള്ള ഒരു വ്യൂ ഞാൻ കാണിക്കുന്നില്ല ഇന്ന്, കാരണം നമുക്ക് ഒരു സൈഡിൽ നിന്ന് നോക്കാം. ഈ ഒരു സൈഡിൽ ഒരു ഭാഗത്തായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിന് എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം, എന്നിട്ട് അതിൻ്റെ വിവരണവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് പ്രധാനമായിട്ടും ടേബിളിൻ്റെ ടോപ്പിലായിട്ട് വെക്കാൻ പറ്റുന്ന സെറാമിക് പോട്ടുകളാണ്. നല്ല ഹാപ്പി ഫേസുള്ള പോട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിന് തൊട്ടപ്പുറത്തൊരു സൈഡിലായിട്ട് നമ്മൾ വുഡ് കൊണ്ട് ഒരു കടയുടെ ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആസ്പെൻ എന്നാണ് കടയുടെ പേര്. ഇതൊരു സെക്കുലൻറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിന് സെക്കുലൻറ്റ് എന്ന് പറഞ്ഞാൽ ഇലയിലും തണ്ടിലും വെള്ളം ശേഖരിക്കാൻ കഴിവുള്ള പ്ലാന്റ്സ്. ഇതിൻ്റെ ഒരുപാട് വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്, ഞാൻ കാണിക്കാം അതിൻ്റെ ഓരോ വിഭാഗവും. ഈ പോട്ടിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മ്യൂസിക് വരുന്നുണ്ട് കേട്ടോ. ഈ മ്യൂസിക് ഇതിലിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ വരുന്ന ഒരു മ്യൂസിക്കാണ്. പിന്നെ ഇതിൽ കാണുന്ന ഈ ഒരു പ്ലാന്റ് സീബ്ര കാറ്റസ് ആണ്. കാറ്റസ് വിഭാഗത്തിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് മുകളിൽ മുള്ളുകളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ മരുഭൂമിയിലൊക്കെ കാണുന്ന ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ കാറ്റസ് മുൾച്ചെടികൾ എന്ന് പറയുക. കാറ്റസ് എന്ന് പറഞ്ഞാൽ തന്നെ മുൾച്ചെടികൾ എന്നാണല്ലോ. പക്ഷെ അത് ആദ്യമേ ടച്ച് ചെയ്യുന്നത് കൊണ്ട് മുള്ളൊന്നും തട്ടുന്നില്ല. അതങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു വിഭാഗം കാറ്റസാണ്. ഈ കാണുന്നത് സെക്കുലൻറ്റ് വിഭാഗത്തിൽ തന്നെ വരുന്നതാണ്. ഹവാത്തിയ പിത്തേയ എന്ന് പറയുന്ന ഒരു സെക്കുലൻറ്റ്. ഹവാത്തിയുടെ വിവിധ പേരിലുള്ള ചെടികൾ ഇവിടെ ഉണ്ട്. അതായത് ഹവാത്തിയുടെ കളർ, മോഡൽ, അതിൻ്റെ ഡിസൈൻ എന്നിവ അനുസരിച്ച് പേരിലും മാറ്റം വരും. ഈ സ്റ്റാൻഡിൽ മുഴുവനായിട്ടുള്ളത് സെക്കുലൻസ് ആണ്. ജ്യൂസ് അല്ലെങ്കിൽ സ്രവം എന്നർത്ഥമുള്ള സൂക്കസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് സെക്കുലൻസ് എന്ന പേര് വന്നത്. ഇതിൻ്റെ സ്റ്റെമ്മിലും ലീഫിലും, അതായത് അതിൻ്റെ തണ്ടിലും ഇലയിലും ധാരാളം വെള്ളം ശേഖരിച്ചു വെക്കും എന്നതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വാട്ടറിങ് ഓവർ ആവാൻ പാടില്ല. വാട്ടറിങ് ഓവർ ആവുമ്പോൾ ഈ ചെടി നശിച്ചു പോകും. ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ലീഫിൽ വെള്ളം തട്ടാൻ പാടില്ല. ഇത് സെറ്റ് ചെയ്തിട്ടുള്ള പോട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെയിൽ ഇതിനൊന്ന് കൊള്ളിക്കാൻ ശ്രമിക്കണം. പിന്നെ അതുപോലെ പുറത്ത് ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് മഴയും കൊള്ളാൻ പാടില്ല. അത് ഒന്ന് ശ്രദ്ധിക്കണം. മഴ ഇഷ്ടമില്ലാത്തൊരു പ്ലാന്റാണിത്. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ ഒരു ചെടിയെ വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് സെറാമിക് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള സെക്കുലൻറ്റ് കാണാം. അത് തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പോട്ടിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ടേബിൾ ടോപ്പിലായിട്ടൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നമുക്കിഷ്ടമുള്ള പോട്ടുകളിലായിട്ട് ഇത് സെറ്റ് ചെയ്ത് തരും. വീടിൻ്റെ ഇൻറ്റീരിയറിനനുസരിച്ചുള്ള പോട്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മോഡലിനനുസരിച്ചാണ് ഈ സക്കുലൻറ്റിൻ്റെ വില വരിക. പിന്നെ സക്കുലൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോട്ടും സെലക്ട് ചെയ്തിട്ട് ഒന്നിച്ച് വിലയും ഈടാക്കുന്നതാണ്. ആ സൈഡിലായിട്ട് കാണുന്നത് വാട്ടർ പ്ലാന്റിൻ്റെ ഒരു പോട്ടാണ്.
ഇത് ചെയ്തിരിക്കുന്നത് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഗ്ലാസ് ടൈപ്പ് മോഡൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കാം. ഇതുപോലെ ആവും നമ്മൾ സെറ്റ് ചെയ്ത് വരിക. അപ്പോൾ ചെറിയ പ്ലാന്റുകളൊക്കെ ഇതിൽ വാട്ടർ പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കാം. ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കാക്ടസ് തന്നെ വിവിധ കളറിലുള്ള ഭംഗിയിലുള്ള ചെടികളെയാണ്. ഇനി നമുക്ക് വിവിധ സെറാമിക് പോട്ടുകൾ കാണാം. ഇനി നമുക്ക് ലില്ലി ഫാമിലിയിൽപ്പെടുന്ന സാൻസവേരിയ എന്ന് പറയുന്ന സ്നേക്ക് പ്ലാന്റിനെ പരിചയപ്പെടാം. മറ്റ് ഏത് ഇൻഡോർ പ്ലാന്റിനേക്കാളും നല്ല എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണിത്. അന്തരീക്ഷത്തിൽ അധികമായി നിൽക്കുന്ന കാർബൺ മോണോക്സൈഡിനെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ സ്നേക്ക് പ്ലാന്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ബെഡ്റൂം പ്ലാന്റായി നമുക്ക് സെലക്ട് ചെയ്യാം. ഒരുപാട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ടോക്സിൻസ് അതായത് ബെൻസിൻ, സൈലിൻ ഇതെല്ലാം വലിച്ചെടുത്ത് അന്തരീക്ഷത്തിൽ ക്ലീൻ ആക്കുന്നു. ഇതിൻ്റെ ലീഫ് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഇതൊന്നും അറിയാതെ കുട്ടികൾ ഇതിൻ്റെ ലീഫ് കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഛർദിയും പിന്നെ അതുപോലെ തൊണ്ട ചൊറിച്ചിൽ അങ്ങനെ പല വൊമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനിയും ഒരുപാട് ഇലച്ചെടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ വായുവിൽ വളരുന്ന ഒരു ചെടിയുമുണ്ട്. അതിനൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ വീണ്ടും വീണ്ടും ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഞാൻ അൻഷിഫ. ഓക്കെ, ബൈ.